അതെ വിജയകുമാർ, ഇതാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് ഈ പ്രചാരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. കലാശക്കൊട്ടിലേക്ക് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം AP അനിൽകുമാർ, VS ജോയ്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും വാഹനത്തിലുണ്ട്. ആ വാഹനമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. നേരത്തെ M സ്വരാജ് നേരത്തെ തന്നെ ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരുന്നു. BJP സ്ഥാനാർത്ഥി 2:30 തന്നെ ഈ പ്രചാരണത്തിൽ അവരുടെ പ്രചാരണത്തിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് UDF ഈ ഒരു കൊട്ടിക്കലാശം അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂർ തികച്ചില്ല. അവസാന നിമിഷത്തിൽ DJ ഒപ്പം തന്നെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് ഈ UDF-ഉം ഇപ്പോൾ ഇതിൽ കളം നിറയുന്നത്. വിജയിച്ചു കയറാമെന്നുള്ള ഒട്ടും പ്രതീക്ഷ, ഒപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലം അത് തിരിച്ചു പിടിക്കുമെന്നുള്ള ശപഥം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന UDF-ന്റെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വാക്കോര വിവാദങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി, അതൊക്കെ ഇന്നത്തെ ഈ ഒരു ആവേശത്തിൽ, ഇന്നത്തെ ഈ സർവ്വസന്നാഹമായിട്ടുള്ള ഈ ഒരു കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി UDF ക്യാമ്പിലുണ്ടായിട്ടുള്ള ഒരു ഉണർവ് അത് ചെറുതല്ല, വലിയൊരു ഉണർവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വഴിക്കടവിൽ നിന്നായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ താണ്ടി ഇപ്പോൾ ഇതാ 5 മണിയോടുകൂടി ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. 3 പേർക്കും ഒരുപോലെ ഒരു ആവേശം വിതറാവുന്ന രീതിയിലുള്ള സ്ഥലം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം പോലീസ് ഒരുക്കിയിരുന്നത്. ഒരു മിൽമ ബൂത്തിനൊക്കെ സമീപത്തായി, പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് ഈ UDF-ന്റെ സംവിധാനം. അത് ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ ഈ വാഹനത്തിന്റെ മുകളിൽ കയറി പ്രവർത്തകരെ കൈവീശി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആളുകൾ, UDF-ന്റെ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് 100 അല്ല, ആയിരക്കണക്കിന് ആളുകളാകുന്നു. അത്രത്തോളം ജനങ്ങൾ ഓപ്പൺ ജീപ്പിന്റെ മുകളിൽ കയറിയുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. ചുടുചുംബനങ്ങൾ, ഫ്ലൈയിങ് കിസുകൾ കൊടുക്കുന്നു പ്രവർത്തകർക്ക്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നവർ നിലമ്പൂരിൽ കുറവാണ്. ഇനി അത് ഇതര പാർട്ടിക്കാരാണെങ്കിൽ കൂടിയും ബാപ്പുട്ടിക്കയാണ് അവർക്ക് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്ക ഒരു മനുഷ്യ മഹാസമുദ്രത്തിന് നടുക്കങ്ങനെ നിൽക്കുകയാണ്. നടുക്കങ്ങനെ നിൽക്കി അങ്ങനെ നിന്നുകൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന. നോക്കൂ, കുഴിവാരിയിട്ടാൽ താഴെ വീഴാത്ത വണ്ണം, ഒരുപക്ഷെ ആ മണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം ബാപ്പുട്ടിക്ക അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ചുറ്റും പാർട്ടി പ്രവർത്തകർ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. ഇപ്പോൾ M സ്വരാജിന് ചുറ്റും സമാനമായ മറ്റൊരു സമുദ്രമുണ്ട്. ഇത് ആകാശ ദൃശ്യങ്ങളാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്രത്തോളം ആവേശത്തോടുകൂടി നിലമ്പൂർ അതിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധമുള്ള വലിയ ആവേശത്തോടുകൂടി തിരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലായി. ഉറപ്പാണ് ഇത് പോളിംഗ് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പാലക്കാട് ഇതുപോലൊരു ജനാവലി കണ്ടിട്ടില്ല. തൃക്കാക്കരയിൽ ഇതുപോലൊരു ജനാവലി കണ്ടിട്ടില്ല. ഈ പറയുന്ന ബൈ ഇലക്ഷൻ നടന്ന മറ്റേതെങ്കിലും സ്ഥലത്ത്, ചേലക്കരയിൽ, വയനാട്ടിൽ ഈ പറയുന്ന ബൈ ഇലക്ഷൻ നടന്ന ലോക്സഭാ ബൈ ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളിലൊന്നും ഇത്ര വലിയൊരു ജനാവലി കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. മനുഷ്യ മഹാസമുദ്രങ്ങൾ, നിലമ്പൂരങ്ങാടിയുടെ കപ്പാസിറ്റിക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യ മഹാസമുദ്രങ്ങൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അവരവരുടെ ചങ്കിലെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇതാ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കൃത്യം പറഞ്ഞാൽ 60 മിനിറ്റ് പോലും ഇല്ല, 1 മണിക്കൂർ പോലും ഇല്ല. ഇനി കൃത്യം പറഞ്ഞാൽ 50 സെക്കൻഡ്, ഒരു 50 സെക്കൻഡ് മാത്രമാണ്, 50 മിനിറ്റുകൾ മാത്രമാണ് ഈ പരസ്യ പ്രചാരണം പൂർത്തിയാവാൻ ബാക്കി. സമയം 5:10 ആകുന്നു. 6 മണി വരെയാണ് പരസ്യ പ്രചാരണം. അതുവരെ നമ്മൾ ഇതിപ്പോൾ നേരത്തെ തുടങ്ങി. സാധാരണഗതിയിലുള്ള കുട്ടിക്കലാശം തുടങ്ങാൻ തന്നെ 4 മണി 3 മണിയൊക്കെ ആവും. ഇത് 5 മണിയൊക്കെ ആവും തുടങ്ങാൻ. ഇത് 2 മണി 1:30 കൂടി തന്നെ തുടങ്ങി. ഷോൺ ജോർജ് നൃത്തം ചെയ്യുന്ന ചിത്രങ്ങളാണ് കാണുന്നത്. ആരും നൃത്തം ചെയ്തു പോകും. അമ്മാതിരിയുള്ള ആവേശം അവിടെയുണ്ട്. അത് BJP ക്യാമ്പാണ്. തൊട്ടുതാഴെ കടന്നപ്പള്ളി രാമചന്ദ്രൻ LDF ക്യാമ്പ്. ആര്യാടൻ ഷൗക്കത്ത് തുറന്ന വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആയിരക്കണക്കിനായ പ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച. അങ്ങനെ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിലമ്പൂരങ്ങാടി രാഷ്ട്രീയ കടൽ തീർക്കുന്നു. ഇപ്പുറത്ത് ചെങ്കടൽ, ഒരു സൈഡിൽ ത്രിവർണ്ണക്കടൽ, അപ്പുറത്ത് BJPയുടെ കൊട്ടിക്കലാശം. അങ്ങനെ പല കടലുകൾ, പല നിറത്തിലെ പല കടലുകൾ ചേർന്നൊഴുകുന്ന ഒരു മനുഷ്യ മഹാസമുദ്രം, ഒരു രാഷ്ട്രീയ സമുദ്രം. നിലമ്പൂരങ്ങാടി അങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. നോക്കൂ, പൂഴി വാരിയിട്ടാൽ ഒരു തുള്ളി താഴെ വീഴാത്ത മട്ടിലാണ് നിലമ്പൂരങ്ങാടിയുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ആയിരക്കണക്കിനായ മനുഷ്യർ. ആവേശ പെരുമഴ.